Then next നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, പ്രധാനമായിട്ടും 6 ഫങ്ഷൻസ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഫംഗ്ഷൻ ആയിട്ട് പറയാം, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ദെൻ രണ്ടാമത്തെ പറയുന്നതാണ് ഇറ്റ് പ്രൊവൈഡ് ടൂൾ ഫോർ സയന്റിഫിക് റിസർച്ച്. സയന്റിഫിക് റിസർച്ചിനെ സഹായിക്കുന്ന ഒരു ടൂൾ ആണ് എന്ത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തത് ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് കോസ്റ്റ്. എനിക്ക് നല്ലൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നുണ്ട്. ദെൻ നാലാമത് നോക്കുക, ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് ടൈം റിക്വയർഡ് ഫോർ പെർഫോമിംഗ് ജോബ്. ബെറ്റർ ആയിട്ടുള്ള ഒരു എന്താണ് ഡിസിഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ട് ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. കറക്റ്റ് ടൈമിന് ഒരു ടൈം വേസ്റ്റേജ് ഒന്നും കൂടാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജോലി ചെയ്ത് തീർക്കാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. Then it helps to choose a optimal strategy. Optimal strategy ചൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നുണ്ട്. ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ? അപ്പൊ അത് എന്തിനു സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഒപ്റ്റിമൽ സ്ട്രാറ്റജി, ഏറ്റവും എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ഏതാണോ അത് ചൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നുണ്ട്. പ്രോപ്പർ ഡിപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്, പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഓക്കെ, പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാഴ്സ് റിസോഴ്സസിനെ ഒപ്റ്റിമൽ അല്ലെ എന്താണ് ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് സ്കാഴ്സ് റിസോഴ്സസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്കാഴ്സ് റിസോഴ്സിനെ ബെറ്റർ വേയില് എന്താണ് റിസൾട്ട് വരുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് അലോക്കേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം, 6 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം, എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ്, ദെൻ സയന്റിഫിക് റിസർച്ചിന് സഹായിക്കുന്നു, മിനിമൈസ് കോസ്റ്റ്, മിനിമൈസ് ടൈം, ദെൻ ഒപ്റ്റിമൽ സ്ട്രാറ്റജി ചൂസ് ചെയ്യാൻ സഹായിക്കുന്നു, ദെൻ പ്രോപ്പർ അലോക്കേഷൻ ഓർ ഡിപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്. Okay, these are the functions of quantitative techniques. Then scope or areas of quantitative techniques. ഏതൊക്കെ ഏരിയാസിലാണ് എന്ത് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അതാണ് സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ ഏരിയകളിലാണ് എന്ത് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നോക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ഫിനാൻസിങ്. ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലൂഡ്സ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ, ക്യാപിറ്റൽ ബഡ്ജറ്റ് എക്സെട്ര. ഓക്കെ, ഫിനാൻസിങ് ഫീൽഡില്. ദെൻ പർച്ചേസിങ് നേരത്തെ ഞാൻ പറഞ്ഞു, ഏത് ഓർഡർ ഇപ്പോ ഇൻവെന്ററി മാനേജ്മെന്റ് പറഞ്ഞു അല്ലെ, അതിലാണ് ഓർഡർ ലെവൽ, റീ ഓർഡർ ലെവലിൽ ഏത് ലെവലിൽ എത്തിക്കഴിഞ്ഞാലും വീണ്ടും ഓർഡർ ചെയ്യണം. ഓക്കെ, ദെൻ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? ഓക്കെ, അത്തരത്തിലുള്ള ഡിസിഷൻ, അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സഹായിക്കുന്നുണ്ട് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നത്. ഓക്കെ, പർച്ചേസിംഗ് ഫീൽഡിൽ എന്ത് അപ്ലിക്കബിൾ ആണ്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലിക്കബിൾ ആണ്. ദെൻ നെക്സ്റ്റ് ആണ് മാനുഫാക്ചറിങ്. മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, അതാണ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. മാനുഫാക്ചറിംഗ് ഫീൽഡിൽ എന്ത് അപ്ലിക്കബിൾ ആണ്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്യാനും അതുപോലെ തന്നെ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് സഹായിക്കുന്നത്. Then next, fourth one, marketing. Marketing il parayanaengil product selection, then advertisement, the strategy, size of stock, optimum product mix. Okay, അതൊക്കെയാണ് മാർക്കറ്റിംഗിൽ വരുന്നത്. Then distribution policy on location and size of warehouses. Okay, distributing policies ഫിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നത്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിൽ എന്താ അപ്ലിക്കബിൾ ആണ്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലിക്കബിൾ ആണ്. ദെൻ പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അല്ലെ, അത് പഠിച്ചാണ്. റിക്രൂട്ട്മെന്റിനെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ജോബ് ആർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം, അസൈൻമെന്റ് ഓഫ് ജോബ്സ്, ദെൻ ട്രെയിനിങ്, റെമ്യൂണറേഷൻ, അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഏരിയാസ് ഓഫ് റിസർച്ച്, റിസർച്ചിന് എന്താ അപ്ലിക്കബിൾ ആണ്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലിക്കബിൾ ആണ്. ഹൈപ്പോത്തസിസ് ഒക്കെ ഉപയോഗിച്ച് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, അത് നിങ്ങൾക്ക് നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാനുണ്ട്. അപ്പൊ അത്
പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പോത്തിസിസ് നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾ PG ലെവലൊക്കെ നോക്കുകയാണെങ്കിൽ അത് ആപ്ലിക്കബിൾ ആയിട്ട് വരും. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകളിലെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് വെച്ചിട്ടാണ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് കണ്ടെത്താനും അല്ലെങ്കിൽ ആ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസിന് എന്താ അപ്ലിക്കബിൾ ആയിട്ട് വരും, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലിക്കബിൾ ആയിട്ട് വരും. ഏതാണ് സ്കോപ്പ് ഏരിയാസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളതാണ് യൂസസ് ഓർ അപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. വെരി 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 ഇമ്പോർട്ടന്റ് ഏരിയ ആണിത്. ഓക്കെ, ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ യൂസ് എന്താണ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതാണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് QT ഫോർ ലീനിയർ പ്രോഗ്രാം. ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മൾ പ്രോഗ്രാമിംഗ് ടെക്നിക്സിൽ പറഞ്ഞു, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗും QTയും. QTയിലെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്തിനു സഹായിക്കുന്നുണ്ടെന്ന് എഴുതിയിരിക്കാം, ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് സ്കാഴ്സ് റിസോഴ്സ്. റൈറ്റ് ഇട്ടിട്ട് നിങ്ങൾ എഴുതിയിരിക്കുക ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് സ്കാഴ്സ് റിസോഴ്സസ്. ഓക്കെ, സ്കാഴ്സ് റിസോഴ്സസിനെ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ലീനിയർ പ്രോഗ്രാമിംഗ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് എന്തിനാ സഹായിക്കുന്നു, ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ബിസിനസിന്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ ആപ്ലിക്കേഷൻസ് ആയിട്ട് പറയും. രണ്ടാമതായിട്ട് പറയുന്നതാണ് ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്ക്. ഇൻവെന്ററി കൺട്രോൾ നേരത്തെ പറഞ്ഞതാണല്ലോ, QT ഓഫ് ഇൻവെന്ററി കൺട്രോളും ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് എന്തായിരിക്കാം, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആയിരിക്കാം, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കാം, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കാം. ഓക്കെ, ഇത് ഉൾപ്പെട്ട ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഇത് മൂന്നിന്റെയും സ്റ്റോക്കിനെയാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ അത് മാനേജ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, QT സഹായിക്കുന്നുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ EOQ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, റീഓർഡർ ലെവൽ. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഇൻവെന്ററീസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒത്തിരി മനസ്സിലാക്കി വെക്കുക എന്താണ് ഇൻവെന്ററി മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്, QT സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻവെന്ററി എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻവെന്ററി ഇൻക്ലൂഡ്സ് സ്റ്റോക്ക് ഓഫ് raw materials, work in progress and finished goods. Okay, then next പറയുന്നതാണ് QT of PERT and CPM. PERT and CPM എന്ന് പറയുന്നത് പ്രൊജക്ട് മാനേജ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, പ്രൊജക്ട് മാനേജ്മെന്റ്. ഓക്കെ, ഇവിടെ PERT എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ എക്സ്പെൻഷൻ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. PERT, 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 പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്. Program Evaluation Review Technique. CPM stands for Critical Path Method. Okay, Critical Path Method. Okay, so PAT അതുപോലെ തന്നെ CPM എന്നതിന് സഹായിക്കുന്നുണ്ട്. Determining the earliest and the latest times for the events and the activities of projects so as to enable the management for proper deployment of resources. Okay, earliest ടൈമും അതുപോലെ ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈം, ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ടെക്നിക്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസിഷൻ ട്രീ അനാലിസിസ്. ട്രീ ആണ്, 2 എന്ന് കാണിച്ചിട്ടുള്ളത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ കറക്റ്റ് ചെയ്യണം. TREE, ഡിസിഷൻ ട്രീ അനാലിസിസ് ആണ്. ഓക്കെ, ഡിസിഷൻ ട്രീ അനാലിസിസിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പം റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി കണ്ടീഷൻസിൽ ബെറ്റർ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ലാസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിസിഷൻ ട്രീ അനാലിസിസ്. ഓക്കെ, അപ്പൊ ഡിസിഷൻ ട്രീ പോലെ വരച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി കണ്ടീഷനിൽ ബെറ്റർ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന ടെക്നിക്കാണ് ഡിസിഷൻ ട്രീ അനാലിസിസ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് QT ഓഫ് ക്യൂയിങ് തിയറി. അത് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ് വെയിറ്റിംഗ് കോസ്റ്റ്, അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ്, കസ്റ്റമേഴ്സിന്റെ വെയിറ്റിംഗ് കോസ്റ്റ്, സർവീസ് കോസ്റ്റ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ് ക്യൂയിങ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്യൂയില് വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ വെയിറ്റിംഗ് കോസ്റ്റ്, അതുപോലെ തന്നെ
സർവീസ് കോസ്റ്റ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ഈ ക്യൂയിങ് തിയറി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മെയിൻ അപ്ലിക്കബിൾ ആയിട്ട് ഈ ക്യൂയിങ് തിയറി ഒക്കെ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ഹോസ്പിറ്റൽസിന്റെ കേസിലൊക്കെയാണ്, ഹോസ്പിറ്റൽസിലേക്കാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ദ ലാസ്റ്റ് വൺ ആണ് ക്യൂട്ടി ഓഫ് റീപ്ലേസ്മെന്റ് തിയറി. റീപ്ലേസ്മെന്റ് തിയറി എന്ന് പറയുന്നത് എന്താണ്? This theory guides the management in taking decision as to replacement period of the equipments. Equipments in the replacement period എന്താണ് ഡിറ്റർമിൻ ചെയ്യാൻ മാനേജ്മെന്റ് സഹായിക്കുന്ന ഒരു തിയറിയാണ് റീപ്ലേസ്മെന്റ് തിയറി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ 6 പോയിന്റ്സ് വിത്ത് എക്സ്പ്ലനേഷൻ തന്നെ നിങ്ങൾ പഠിച്ചേക്കണം. അപ്പൊ ലീനിയർ പ്രോഗ്രാമിൽ ഇത്തിരി മനസ്സിലാക്കി വെച്ചാൽ മതി. ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് സ്കാർസ് റിസോഴ്സസ്, ഇൻവെന്ററി കൺട്രോൾ ആണെങ്കിൽ ഇൻവെന്ററി മാനേജ്മെന്റ്. ഓക്കെ, ദെൻ PERT ആൻഡ് CPM പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പഠിക്കാം. ദെൻ ഡിസിഷൻ ട്രീ അനാലിസിസിൽ എന്താണ് ഡിസിഷൻ, ഇറ്റ് ഹെൽപ്സ് ടു ഡിസിഷൻ മേക്കിംഗ് ബൈ ടേക്കിംഗ് കണ്ടീഷൻസ് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി എന്ന് പഠിക്കാം. ദെൻ ക്യൂയിങ് തിയറിയിൽ പറയുന്നത് മിനിമൈസിങ് കോസ്റ്റ് ഓഫ് വെയിറ്റിംഗ് ആൻഡ് സർവീസസ് ഓഫ് കസ്റ്റമേഴ്സിനെ ക്യൂ. അത് പഠിച്ചു വെക്കാം, അത് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ റിപ്ലേസ്മെന്റ് തിയറിയിൽ പറയുന്നത് എന്താണ്? It helps or guides management in taking decision as to replacement period of the equipments. Replacement period of equipments എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ എടുക്കാനും സഹായിക്കുന്ന റിപ്ലേസ്മെന്റ് തിയറി സഹായിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്നുകൂടെ പറയാണ്. 4 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം, അതേപോലെ 15 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. Define statistics, what are the uses or applications of QT in business and industry എന്ന് ചോദിക്കാം. ഓക്കെ, അത് വിത്ത് എക്സ്പ്ലനേഷനോട് കൂടി നിങ്ങൾക്ക് ഈ 6 പോയിന്റ്സ് എഴുതാൻ പറ്റണം. ഓക്കെ ആണല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് കേട്ടോ. ഓക്കെ, ദെൻ ഈ മൊഡ്യൂൾ പറയുന്ന ലാസ്റ്റ് പോർഷൻ ആണ് ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ലിമിറ്റേഷൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനുള്ള പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ നോക്കുക, QT ഇൻവോൾവ് മാത്തമാറ്റിക്കൽ മോഡൽ. QT എന്താണ്? QT കൂടുതലും ഈ മാത്തമാറ്റിക്കൽ ഫോർമുലാസും ഇക്വേഷൻസ് ഒക്കെയാണ് എന്തിൽ വരുന്നത്, QT വരുന്നത്. ഓക്കെ, നമുക്കറിയാം മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം എല്ലാവർക്കും മാത്സ് സബ്ജക്ട് കേട്ടാൽ തന്നെ പകുതി വരും എല്ലാവർക്കും വരുന്ന ഒരു കൂട്ടത്തിലുള്ള അല്ലെ. നോർമലി അങ്ങനെയാണ് പറയുക, അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് മാത്സ് എന്ന് അറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അത് ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മാത്സിൽ കൂടുതൽ മാത്തമാറ്റിക്കൽ മോഡലും ഇക്വേഷൻസ് ഒക്കെയാണ് വരുന്നത് എന്ന് പറയാം. അതായത് ലിമിറ്റേഷൻ ആയിട്ട് പറയാം. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകൾ ചൂസ് ചെയ്യാൻ പലരും എന്താണ് ഒരു വിമുഖത കാണിക്കും അല്ലെ, പലർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കണം. QTs ആർ വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്സ് ആണ് എന്ത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ they do not take into consideration intangible factors. Quantitative ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഉപയോഗിക്കാനാണ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, മെഷറബിൾ ആയിട്ടുള്ള ഡാറ്റ, ടാഞ്ചിബിൾ ഫാക്ടേഴ്സ് മാത്രമേ എന്തിൽ കൺസിഡർ ചെയ്യൂ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകൾ കൺസിഡർ ചെയ്യും. ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ് എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകളിൽ കൺസിഡർ ചെയ്യുന്നില്ല. ലൈക്ക് സ്കില്ലുള്ള സ്കില്ലാണ് കേട്ടോ, ലൈക്ക് സ്കിൽ, ആറ്റിറ്റ്യൂഡ് എക്സെട്ര. അത്തരത്തിലുള്ള ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകളിൽ consider ചെയ്യും. Okay, then last one നോക്കുക, they are only tools of analysis and not complete decision making. ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ, ഒരു പക്ക ഡിസിഷൻ എന്ന രീതിയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകളെ പറയാൻ പറ്റില്ല. ഓക്കെ, കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ് അല്ല ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നതാണ് ടൂൾസ് ഓഫ് അനാലിസിസ് ആണ്, ടൂൾസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിംഗ് സഹായിക്കുന്ന ടൂൾസ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകളെ പറയാൻ പറ്റും, പക്ക ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, 4 ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന് ഇൻവേഴ്സ് മാത്തമാറ്റിക്കൽ മോഡൽ. ഓക്കെ, രണ്ടാമത്തെ എക്സ്പെൻസീവ് ആണ്. മൂന്നാമത്തെ ഡസ് നോട്ട് കൺസിഡർ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ്. ഫോർത്ത് വൺ it is only tools of analysis. They are only tools of analysis, not complete solution, complete decision making. Okay, അത് മനസ്സിലാക്കി വെക്കുക. These are the ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്യാനുണ്ടായിരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ പഠിച്ചെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ക്യൂട്ടിയുടെ മീനിങ് ഓർ ഡെഫിനേഷൻ എന്താണെന്ന് പഠിച്ചു. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പഠിച്ചു. ദെൻ പിന്നെന്താ പഠിച്ചത്,
പിന്നെ നമ്മൾ അതിന്റെ ഫങ്ഷൻസ് പഠിച്ചു. ക്യൂട്ടിയുടെ ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ ഏരിയാസ് ഓർ സ്കോപ്പ്, ഏതൊക്കെ ഏരിയാസിലാണ് ക്യൂട്ടി അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് അത് നോക്കി. ദെൻ applications, use or applications of Qt in business or industry നോക്കി. Then last one നമ്മൾ നോക്കിയതാണ് limitations of quantitative techniques. ഓക്കെ, ഇത് ചെറിയൊരു മൊഡ്യൂൾ ആണ്, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഏത് മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാം? ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം ക്ലിയർ ചെയ്യാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് തിയറി പോർഷൻ ആയിട്ടൊന്നും പറയാനില്ല. ഇതൊക്കെ പ്രോബ്ലംസ് ഏരിയ ആണ്, പ്രോബ്ലം ഏരിയ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബുക്കൊക്കെ ഉണ്ടെന്ന് അറിയാം. എന്നാലും ഒരു നല്ലൊരു പക്ക ബുക്കൊക്കെ മേടിച്ച്, കാൽക്കുലേറ്റർ വേണം, പിന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസിന്റെ ആവശ്യം ഇപ്പൊ വരുന്നില്ല, കുറച്ച് കഴിഞ്ഞാലേ ആവശ്യം വരും. അത് ഞാൻ അപ്പൊ പറയാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കാൽക്കുലേറ്ററും ഒരു പേന, പെൻസില്, ഒരു നോട്ട്ബുക്ക്, വരയില്ലാത്ത നോട്ട്ബുക്ക്, എല്ലാവരും കയ്യിലുണ്ടായിരിക്കാം. ഓക്കെ, അടുത്ത ദിവസം മുതൽ നമുക്ക് എന്ത് ചെയ്യാം, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.